Hi, hello, all my beautiful souls. Welcome back to my channel. I hope all my friends are safe and doing awesome today. ഇതൊരു ക്യുക്ക് ലവ് റീഡിംഗ് ആണ്. നോ കോണ്ടാക്ട്, ആർ യു ഓൺ ദിയർ മൈൻഡ്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവർ നിങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുന്നത്? ഓക്കെ, ഞാനിവിടെ 3 സ്റ്റോൺസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് സെലക്ട് 1 സ്റ്റോൺ. ഇതൊരു സ്പെഷ്യൽ റീഡിംഗ് ആണ്. ഇവിടെ ഞാൻ കാർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതെന്താന്ന് നിങ്ങൾക്ക് കാണാം. ഓൾറൈറ്റ്, സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ ആൻഡ് സെലക്ട് 1 സ്റ്റോൺ. ദെൻ വി വിൽ സ്റ്റാർട്ട്. ഓൾറൈറ്റ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രീൻ കളർ. ഗ്രീൻ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നോ കോണ്ടാക്ട്, ആർ യു ഓൺ ദിയർ മൈൻഡ്? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ, no contact, are you on their mind? No contact, are you on their mind? Okay, എന്താണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നോക്കാം. സ്റ്റോൺ നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ, മേ ബി അവരെന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് നിങ്ങളുടെ അടുത്ത് ദേഷ്യമായിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലാണ്ടായിരിക്കുന്നത്. അവർ വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആൾക്കാരാണ്. എന്തെങ്കിലും കാര്യം അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കി പോയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കെപ്പോഴും ആ ഒരു ആങ്കർ, അവരുടെ ഉള്ളിൽ ആ ഒരു ദേഷ്യമുണ്ട്. ഓക്കെ, അത് സ്ലോലി മായുന്ന ഒരു സമയമാണ്. ആ ഒരു ദേഷ്യമൊക്കെ മാറി, ആ ഒരു ഡാർക്ക് സൈഡൊക്കെ മാറി നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. സോ ഈ ഒരു കറണ്ട് ടൈമിൽ അവർ ആക്ച്വലി അവരുടെ ദേഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. സോ അതൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയം കൂടിയാണ്. സോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ടോ? ഈവൻ ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം, വഴക്ക് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു കറണ്ട് ടൈമിൽ അവരുടെ മനസ്സിൽ മേ ബി അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ അവർക്കൊരു ബ്ലാങ്ക് ആയിരിക്കും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ പുറമെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത്. ഓൾറൈറ്റ്, നോ കോണ്ടാക്ട്, ആർ യു ഓൺ ദിയർ മൈൻഡ്? സോ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് മൊമെന്റിൽ അവർ നിങ്ങളെ പറ്റിയിട്ട് ഓർക്കുന്നില്ല. കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഓർക്കുന്നില്ല. പക്ഷേ സ്റ്റോൺ നമ്പർ 1 സെലക്ട് ചെയ്ത ആൾക്കാർ ഈ ഒരു ഡാർക്ക് സൈഡ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡാർക്ക് സൈഡൊക്കെ മാറി അവർ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശാന്തമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഇപ്പം ഉള്ള വഴക്കും അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ബ്രൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടി കൂടുതൽ നന്നായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറി വരും. ഓക്കെ, കുറച്ച് സമയം കൂടെ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പം അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു സിറ്റുവേഷനിൽ അവർ അൺഅവൈലബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. എന്തെങ്കിലും അവർക്ക് ദേഷ്യം തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തോ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ലാത്തത്. സോ ഈ ഒരു സമയത്ത് അവർ ഈ ഒരു സിറ്റുവേഷന് മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സമയം കൂടെ കഴിയുമ്പം നല്ല ഒരു നിങ്ങൾ ആഗ്രഹിച്ചതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഈ ഒരു ഡാർക്ക് സൈഡൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൈറ്റ്നെസ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ന്യൂ സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുന്ന പോലെ ഈ സിറ്റുവേഷനൊക്കെ കാമായിട്ട് വരും. ഓക്കെ, ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞ് എല്ലാം ശാന്തമായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു സ്റ്റോൺ നമ്പർ 2. ഹലോ, സ്റ്റോൺ നമ്പർ 2 ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നോ കോണ്ടാക്ട്, ആർ യു ഓൺ ദിയർ മൈൻഡ്? അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ? തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ, നോ കോണ്ടാക്ട്, ആർ യു ഓൺ ദിയർ മൈൻഡ്?
No contact. Are you on their mind? No contact. Are you on their mind? No contact. Are you on their mind? Blue color stone. Select ചെയ്ത ആൾക്കാര്. No contact. Are you on their mind? So they think about you a lot in the night. Alright, so എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഓക്കെ, എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് നല്ല കുറേ ഓർമ്മകളുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സ്. ഓക്കെ, സോ അത് അവരുടെ മനസ്സിൽ ഒരുപാടുണ്ട്. ഓക്കെ, അതെപ്പോഴും അവർ ഓർക്കാറുണ്ട്. ഓക്കെ, സോ ദേ ആർ തിങ്കിങ് അബൌട്ട് യു. മൈ ഗോഡ്, ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ. സോ നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളാണിത്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ, നിങ്ങളുടെ സോൾമേറ്റ് ആണിത്. ദിസ് ഇസ് യുവർ സോൾമേറ്റ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് യുവർ സോൾമേറ്റ്. ഓക്കെ, ദിസ് ഇസ് ഡെഫിനറ്റ്ലി യുവർ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആളാണ്. സോ അവരെപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് റീസൺ ആയാലും, നിങ്ങളിപ്പം നോ കോണ്ടാക്റ്റിലാവാനുള്ള എന്ത് റീസൺ ആയാലും, അവരുടെ ലൈഫിൽ വേറെ എന്തുണ്ടെങ്കിലും, അവരുടെ ലൈഫിൽ വേറെ ആരുണ്ടെങ്കിലും, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, യു ആർ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ ദെയർ ലൈഫ്. നിങ്ങളോട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത്. ഓക്കെ, സോ നിങ്ങളായിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ആ ഒരു സോൾ കണക്ഷൻ, നിങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളടുത്ത് പറയാനുണ്ട്. നിങ്ങളെ ക്ലോസ് ആയിട്ട് ഇരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അവരുടെ കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത്. ഓൾറൈറ്റ്, സോ വേറെ ആരുമില്ല അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് വരുന്ന സമയത്ത്, ആ ഒരു റൊമാൻറ്റിക്കലായിട്ടുള്ള ഫീലിങ്സ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടുന്ന വ്യക്തിനെ പറയുന്ന സമയത്ത്, ഓർക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്. കാരണം നിങ്ങളോടുള്ള ഒരു സോൾ കണക്ഷൻ. ഓക്കെ, ദിസ് ഈസ് യുവർ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള ആൾക്കാരാണ്. സ്റ്റോൺ നമ്പർ 2, ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ കുറേ കാര്യങ്ങൾ, ഓക്കെ, ഇവനൊന്നും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാൻ, ജസ്റ്റ് നിങ്ങളെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ മേ ബി നൈറ്റിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. എസ്പെഷ്യലി നൈറ്റിൽ ഒരുപാട് ഒരുമിച്ചിരിക്കാൻ, ഒരുപാട് സംസാരിക്കാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും, അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലേ? സോ ഒരുപാട് ആഗ്രഹമുണ്ട്. ഓക്കെ, ഒരുപാട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നല്ല, ഈ കോണ്ടാക്ട് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് അവരുടെ ലൈഫിൽ. സോ ഈ ഒരു കാർഡ്സ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം എനിക്ക് ആ ഒരു ഡീപ്പ് ആ ഒരു വൈബ്രേഷനാണ് കിട്ടുന്നത് ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ. സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും, ആൾ നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും, യു ആർ ഓൾവേസ് a special person in their life. Alright, so അതാണ് ബ്ലൂ കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങൾക്കുള്ള റീഡിംഗ്. ദിസ് ഈസ് an amazing reading. I really love it. Alright, so let's move to stone number 3. Hello, stone number 3, purple color സെലക്ട് ചെയ്ത ആൾക്കാർ. No contact. Are you on their mind? Think about your person. No contact. Are you on their mind? Think about your person. No contact. Are you on their mind? No contact. Are you on their mind? No contact. Are you on their mind? So, stone number 3 select ചെയ്ത ആൾക്കാർ. No contact. Are you on their mind? So this person is missing you. Okay, നിങ്ങൾ കോണ്ടാക്റ്റിലൊന്നുമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ലോൺലിനെസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, എന്തൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു ലോൺലിനെസ്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുള്ള മൊമെന്റ്സ്, എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, എസ്പെഷ്യലി നൈറ്റിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവാം. അവർക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, ആ ഒരു നല്ല മൊമെന്റ്സ്. ഓക്കെ, എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിൽ പോലും ദേ ആർ മിസ്സിങ് യു. സ്റ്റോൺ നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, സോ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. സോ ഈ ഒരു കറന്റ് മൊമെന്റിൽ അവർ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം, ഇമോഷണലി നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവാം, കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട്. എസ്പെഷ്യലി ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചൊരു ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ, അല്ലെങ്കിൽ വേറെ വേറെ റിലീജിയൻസ് ആയിരിക്കാം. സോ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. മേ ബി അവർക്ക് ആ ഒരു ബ്ലാങ്ക്നെസ് ഉണ്ടാവും നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഈവൻ അവരായിട്ട് പറഞ്ഞിട്ട് അവസാനിപ്പിച്ച് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബ്ലാങ്ക്നെസ്, നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതിരിക്കുന്ന ആ ഒരു ബ്ലാങ്ക്നെസ് അവരുടെ ലൈഫിലുണ്ട്. എസ്പെഷ്യലി അവർ ഒരുപാട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റോൺ നമ്പർ 3 സെലക്ട് ചെയ്ത ആൾക്കാർ, അവർക്ക് നിങ്ങളെ ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ആ ഒരു നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ ആ ഒരു വിഷമം അവർക്കുണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അവർക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവാം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. കുറച്ച് സമയം നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോവോ എന്നൊരു പേടിയുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്കൊരു ബ്ലാങ്ക്നെസ്, ഈവൻ അവരുടെ ലൈഫിൽ ആരെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ കാണണം എന്ന ആഗ്രഹമുണ്ട്. ഏത് രീതിയിലായിരുന്നു, മേ ബി നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. ഇമോഷണലി ഈ ഒരു കാര്യത്തിൽ അവർ ഒരുപാട് ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇമോഷണലി അവർ നിങ്ങളടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. സോ അവർക്ക് നിങ്ങളെ ഈ ഒരു ടൈമിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈവൻ അവർ കോൺഷ്യസ് മൈൻഡിൽ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. കാരണം നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യുവർ പേഴ്സൺ ഈസ് മിസ്സിങ് യു. സോ അതാണ് സ്റ്റോൺ നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിംഗ്. സോ ഈ സ്പെഷ്യൽ റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്